സാരമില്ല, വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളെ നോക്കാനായിട്ട് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വീട് സ്ഥലമൊക്കെ കൊടുത്തോ, നമുക്കതിൽ പരാതിയില്ല, ഇവനൊരിക്കലും അത് ചോദിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണോ നീ പോയ കല്ലെടുത്തത്? പിന്നെ അതിന് മുമ്പ് എടുത്തു വെച്ചോ? അതെന്താ അങ്ങനെ എടുത്തു വെക്കാനുള്ള കാരണം? സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും പേര് ചെന്നു, സാധനം എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അമ്മ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് അടിക്കാൻ വന്ന എല്ലാവരും ആ വീട്ടിനകത്ത് നിരന്ന് വലിയ അഹങ്കാരത്തോടെ ഇത് ഞങ്ങളുടെ വീടാണ്, നീ വന്നു കയറിയവളാണ്, നിനക്കിവിടെ അവകാശമില്ല എന്നുള്ള ഭാവത്തോടു കൂടി ഞെളിഞ്ഞവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങനെ ആ മുറ്റത്ത് നിന്നു. മുറ്റം കുറവാ, മുറ്റത്ത് നിന്നു. അമ്മ പറഞ്ഞു ബിന്ദുവും കൊച്ചും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസൂട്ട ഉഷാറായിട്ട്, ആൻസൂട്ടിന് ഭയങ്കര വിഷമാണ്. ആൻസൂട്ട കല്ലുകൊണ്ട് നിൽക്കണ കണ്ടപ്പോഴത്തേക്ക് വിഷമം വന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഹാപ്പി അല്ലേടാ? അന്നേരം ഇച്ചിരൊക്കെ വിഷമം തോന്നി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താ നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? പിന്നെന്ന് വെച്ചാൽ ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് പേര് ഇതേ സിറ്റുവേഷനിൽ കൂടി ഇപ്പോഴും കടന്നു പോകുകയെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം കേൾക്കുന്നവർക്കൊരു കഥയോ അല്ലെങ്കിൽ അടുത്തത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരിക്കും. അതിൻ്റെ അവസാനം എന്തായി തീർന്നു എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ മാത്രമായിരിക്കും. പക്ഷെ ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ചുറ്റുപാടുകളും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അത് അനുഭവിച്ചറിയുന്നവർക്ക് അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ആഴം മനസ്സിലാക്കാനായിട്ട്, അത് യഥാർത്ഥമായിട്ട് എങ്ങനെയായിരുന്നു എന്ന് അത്രയ്ക്ക് ആഴം മനസ്സിലാക്കാനായിട്ട് ഇതിൽ ചുരുക്കം ചിലർക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് അവർ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കൊണ്ടോ അല്ലെങ്കിൽ പോകുന്നത് കൊണ്ടോ ഒക്കെയാണ്. അപ്പം അത് ആ ലൈഫ്, അത് അന്നേരം ഞാനത് അവിടെ ഉപേക്ഷിച്ചതാണ്. പിന്നെ ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു ആൻസർ ആ വീടോ ആ സ്ഥലമോ അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല, കാരണം ആവശ്യമുള്ള നേരത്തായിരുന്നു അത് വേണ്ടിയിരുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 28 വയസ്സേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് പിന്നിൽ 28 വയസ്സെന്ന് പറയുമ്പോൾ ഇപ്പോൾ 28 വയസ്സുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട്. ഒരു തുള്ളി കളിച്ച് നടക്കുന്നതും എൻജോയ് ചെയ്യുന്നത്. 28 വയസ്സിലൊന്നും പലരും കല്യാണമൊന്നും കഴിക്കാനൊന്നും തയ്യാറാകാറില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ബോധമുണ്ടെന്ന് തോന്നണം. കാരണം അവരവരുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് അവർ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയൊരു നിലനിൽപ്പൊക്കെ ആയിട്ട്. എൻ്റെ സാഹചര്യം നിമിത്തമാണ് അന്ന് കല്യാണത്തിലേക്ക് പോകേണ്ടി വന്നത്. കാരണം B.Ed കഴിഞ്ഞ വഴി അപ്പയ്ക്ക് സുഖമില്ലാതായപ്പോൾ തന്നെ ആങ്ങള നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ നാട്ടിലേക്കും പോയി. അപ്പയ്ക്ക് തീരെ സുഖമില്ലാതെ വന്നു, ലിവർ സിറോസിസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ആ നാട്ടുകാർ പലരും പറഞ്ഞു അപ്പേനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ലെന്ന്. കാരണം നമ്മളവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് അപ്പോൾ ഓക്കെ ആയി ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അതുപോലെ തീരെ വയ്യാതായപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച അപ്പം എടുത്ത തീരുമാനമായിരുന്നു വേഗം കല്യാണം കഴിപ്പിച്ചു വിടാം. B.Ed കഴിഞ്ഞ വഴി കല്യാണം കഴിപ്പിച്ചു വിടാം. അന്നേരം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അമ്മയുടെ നടു തളർന്നു പോയായിരുന്നു, ഒരു സൈഡ് അങ്ങ് തളർന്നു പോയിട്ട് നട്ടെല്ലിന് വേദനയായിട്ടൊരു ഇഞ്ചക്ഷൻ എടുത്തതാണ്. നമ്മുടെ പണ്ടപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. അതെന്തോ സംഭവിച്ചതെന്നറിയില്ല, തളർന്നു പോയി, നടക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. വടിയൊക്കെ കുത്തിപ്പിടിച്ചൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. വെളിയിലേക്കൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. അതും ഞങ്ങളുടെ നാട്ടിലെ പലർക്കും അറിയില്ലായിരുന്നു. ആ സമയത്തൊക്കെ ആയിരുന്നു ചേട്ടായിയുടെ കല്യാണം. ആ സമയത്താണ് ഞാൻ B.Edന് ചേർന്നതും. B.Ed അന്ന് 1 വർഷത്തെ കോഴ്സായിരുന്നു. B.Ed തൊടുപുഴ MGUCTയിലായിരുന്നു, യൂണിവേഴ്സിറ്റി സെൻറ്ററിലാണ് ഞാൻ B.Ed പഠിച്ചത്. അപ്പം അന്നേരം എല്ലാം പഠിക്കാനുള്ള ഫുൾ ക്യാഷും അപ്പയായിരുന്നു തന്നത്. അതുവരെ അപ്പയ്ക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ നടന്നു. അവസാന ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്പയില്ലായിരുന്നെങ്കിൽ ഞാനൊരു ടീച്ചറൊന്നും ആവത്തില്ലായിരുന്നു. എനിക്കാണെങ്കിൽ M.Edന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അന്ന് എൻ്റെ കൂടെ പഠിച്ച കുറേ പിള്ളേരെല്ലാവരും
എമ്മഡിന് പോയി ചേർന്നു. ലേബർ ഇന്ത്യയിലൊക്കെ എമ്മഡിനൊക്കെ ചേർന്നത് അവർ. നമ്മുടെ ലേബർ ഇന്ത്യ സ്കൂള് കോളേജ് ഉണ്ട് നമ്മുടെ പാല കുറേലങ്ങാട് റൂട്ടിലാണ്. അപ്പം അവിടെ ആ സ്ഥലപ്പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം നമ്മൾ ഓർക്കുന്നില്ലല്ലോ. അതിനുശേഷം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എമ്മഡിന് പോകണമെന്ന്. എമ്മഡോ അല്ലെങ്കിൽ സെറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലസ് 1+2 ടീച്ചർ ആവാനുള്ള യോഗ്യതയായില്ലേ. അപ്പം അങ്ങനെ അവിടെ വെച്ച് പെട്ടെന്ന് കിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എമ്മഡിന് പോകണമെന്ന് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ജോജോ ചേട്ടൻ എന്നാൽ എമ്മഡിന് പോകാം, എമ്മഡിന് പഠിക്കാം, നമുക്ക് പോയി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോളേജിലേക്ക് വിളിച്ചു ചോദിച്ച് നമ്മളവിടെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ എന്തുകൊണ്ടല്ലേ വേണ്ട പിന്നെ എങ്ങാനും നോക്കാമെന്നൊക്കെ പറഞ്ഞത് ആൻസുള്ള സമയത്താണ് കേട്ടോ. എമ്മഡിന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടൊക്കെ ഇറങ്ങിയതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ തിരിച്ചു വന്നത് നന്നായി. കാരണം പറഞ്ഞാൽ ആ സമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോജോ ചേട്ടൻ ആക്സിഡൻ്റായി മരിക്കുകയും ചെയ്തു. ഞാനൊന്ന് എമ്മഡിന് പഠിക്കാൻ ചേർന്നിരുന്നെങ്കിൽ പഠിത്തം പാതി വഴിക്ക് നിന്നും പോയേനെ. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് ഞാൻ തൊടുപുഴയിൽ നിന്നായാലും അത്ര ദൂരം പോയിട്ട് പഠിത്തമൊന്നും ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. ആ വാഴക്കാട് നിന്നാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ ഈ പഠിത്തം ഒരിക്കലും നടക്കത്തില്ല. കാരണം എമ്മഡ് അത്രയ്ക്ക് ടഫാണ്. നമ്മൾ എമ്മഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ബി.എഡിനേക്കാളൊക്കെ ഇരട്ടി ടഫാണ് പഠിക്കാൻ, അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം അന്നത് നിന്ന് നന്നായി. പിന്നെ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒത്തില്ല. കാരണം ത്രൂ ഔട്ട് ഓട്ടമായിരുന്നു. ഒരു വർഷത്തേക്ക് മൊത്തം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തനിച്ചായിപ്പോയി. അപ്പോൾ ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ക്യാൻസർ. എൻ്റെ കൂടെ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. അമ്മച്ചിക്ക് ക്യാൻസർ വന്നപ്പം ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. കുറ്റം പറയാൻ പിന്നീട് ഞാൻ ഒരുപാട് പഴികളൊക്കെ കേട്ടോ. അവൾക്ക് ജീവിക്കാൻ അറിയത്തില്ല, അവൾക്കൊരു കാര്യം നോക്കി ചെയ്യാൻ അറിയത്തില്ല, എന്തറിയാം. കാരണം അതുവരെ ഞാൻ ഒരു കടയിൽ പോലും തനിച്ചു പോയ വ്യക്തിയേ അല്ല. അപ്പം അവരുടെയൊക്കെ മക്കൾക്കൊക്കെ ഇപ്പം ഏകദേശമൊക്കെ ആ പ്രായമൊക്കെ ആയിട്ടുണ്ട്. അവരൊന്നും തനിച്ചൊന്നും ഒരു കാര്യങ്ങളും സമയത്തും ചെയ്തില്ല. അല്ലെങ്കിൽ പിന്നെ നേരത്തെ മുതലേ ഇങ്ങനെ തനിച്ച് യാത്രകൾ ചെയ്ത് എല്ലാം തനിച്ച് ചെയ്ത് മാറി നിന്ന് ശീലിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ. അതുകൊണ്ട് സ്വയം പര്യാപ്തത ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ ഒത്തിരി സഫർ ചെയ്ത് അവസാനം അമ്മച്ചിയുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കീമോയിലേക്കൊക്കെ കടന്നപ്പോഴാണ് എനിക്ക് പിന്നെ ജോലി കിട്ടുന്നത്. അല്ലസർ TTC കോഴ്സ് പഠിപ്പിക്കാനുള്ള ജോലി കിട്ടുന്നത്. അതിന് ഞാൻ എപ്പോഴും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നത് അന്നത്തെ പ്രിൻസിപ്പൾ രാമകൃഷ്ണൻ സാറിനോടാണ്. കാരണം അന്ന് ഇൻ്റർവ്യൂവിന് 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സാറ് എൻ്റെ കാര്യങ്ങൾ ചോദിച്ച്, എൻ്റെ ചുറ്റുപാട് ചോദിച്ചു. അപ്പം സാറിൻ്റെ അടുത്തുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ MD-നെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ MD-നെ കണ്ടു കഴിഞ്ഞ് MD എന്നോട് ചോദിച്ചത് തൻ്റെ ഹസ്ബൻഡാണോ റെക്കമെൻഡേഷൻ ചോദിച്ചു വീട്ടിൽ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡ് മരിച്ചു പോയതാന്ന് പറഞ്ഞു. അയ്യോ സോറിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് അത്രയും റെക്കമെൻഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ എൻ്റെ സാഹചര്യങ്ങളും സിറ്റുവേഷനും മനസ്സിലാക്കി അന്ന് ഈ അല്ലസർ കോളേജിലേക്ക് ജോലിക്ക് അന്ന് എടുത്തത് രാമകൃഷ്ണൻ സാർ ആയതുകൊണ്ടാണ് ഇന്നും ഞാൻ ലോ കോളേജിലാണെങ്കിൽ പോലും ഇന്നും അല്ലസറിൽ ഒരാളായിട്ട് നിന്ന് പോകുന്നത്. കാരണം അന്ന് എനിക്ക് ക്യാഷിനേക്കാൾ ഉപരിയായിട്ട് സാലറിയേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഒരു മെൻ്റൽ സ്ട്രെസ്സ്, ഒരു റിലീഫ് വേണമായിരുന്നു. കാരണം അത്രയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പം അന്ന് ഒരുപാട് ലീവുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അമ്മച്ചിയുടെ അസുഖം കാരണം അതെല്ലാം സാറ് ക്ഷമിച്ച് ലീവൊക്കെ അനുവദിച്ച്. സാറ് മലയാള ലാംഗ്വേജാണ് അധ്യാപകനായിരുന്നു. അപ്പോൾ സാറ് ഞാനില്ലാത്ത ദിവസം എനിക്ക് പകരം കയറി സാറ് ക്ലാസ്സൊക്കെ എടുത്ത് സാറ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളോട് ഒന്നും ചോദിക്കാതെ സാഹചര്യങ്ങളിൽ ചേർന്ന് നിന്നൊരു അധ്യാപകനായിരുന്നു, ഒരു പ്രിൻസിപ്പളായിരുന്നു രാമകൃഷ്ണൻ സാറ്. തൊടുപുഴ വെങ്ങല്ലൂരാണ് സാറിൻ്റെ വീടിട്ട്. ഒരു ചെറിയ മനുഷ്യനാണ്, വളരെ വലിയ മനസ്സുള്ള ഒരു ചെറിയ മനുഷ്യനാണ് സാറ്. ഗവൺമെൻറ് TTAയിൽ നിന്നും റിട്ടയർഡ് ആയിട്ടാണ് ഇവിടെ അല്ലസറിലേക്ക് ജോയിൻ ചെയ്ത് വന്നത്. അപ്പം ഞാൻ പോയ വഴികളിൽ കൂടി എനിക്ക് നന്ദി പറയാനുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ജോജോ ചേട്ടൻ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പം എടുത്തുകൊണ്ട് പോയ ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് പെട്ടെന്ന് മാരിക്കുട്ടി എടുത്താണ് പാല ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഡോക്ടർമാരും ഇല്ലായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ ആ ഓട്ടോറിക്ഷ
അനീഷ് വട്ടക്കുന്നേൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഓട്ടോയിൽ. അപ്പോൾ ഓട്ടോ നിറച്ച് ബ്ലഡായിരുന്നെന്ന് പിന്നീട് അവർ പറഞ്ഞു. ഒരു നല്ല മനസ്സ് കാണിക്കാനായിട്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ചെറിയൊരു പയ്യനാണെന്ന് ഓർത്തെ, വണ്ണമൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പയ്യനാണെന്ന് ഓർത്തെ. അന്നേരമാണ് ഇങ്ങനെ ഭാര്യയുടെ വെച്ച് ഞാൻ ഇവനെ എടുത്തുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയായിരുന്നു ഫ്രണ്ടിൽ കവർ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇങ്ങനെ ബ്ലഡ് വന്ന് ആ ഫോട്ടോ ഇങ്ങനെ തെളിഞ്ഞ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഫോണ് കമ്പനിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് തന്നു. കമ്പനിയിൽ നിന്ന് നമുക്കെടുത്ത് തരുക ചെയ്ത ആ ഫോൺ. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ബൈക്കൊക്കെ എടുത്ത് തരാൻ, അപ്പം എവിടെ ആക്സിഡൻ്റ് ആയെന്നൊക്കെ അറിഞ്ഞതും ഈ തലക്കെട്ട ഇടിയും കൊണ്ട് അടിയും കൊണ്ട് മൊത്തം ചതയം കൊണ്ട് ഇവൻറ്റും ഇടിയും കൊണ്ട് നമ്മൾ പാലാ ഹോസ്പിറ്റലിൽ 8 ദിവസം അഡ്മിറ്റായിട്ട് കിടന്നിട്ട് 6 or 7 ദിവസമൊക്കെയാണ് പോലീസ് നമ്മൾ എൻക്വയറിക്കൊക്കെ വരുന്നതൊക്കെ. അപ്പം അതിനുശേഷം നമ്മൾ ആക്സിഡൻ്റ് ആയത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് വീട്ടിലേക്ക് പോരാൻ നേരത്തെ പാലാ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ നോക്കിയപ്പം അവിടെ ഒന്നും എന്താ നിങ്ങൾ നോക്കണമെന്ന് വെച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതും അവിടെയുള്ള ആ ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ് പാലായിലുള്ള. അപ്പം അവരോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഭാഗത്തുള്ള സത്യം തെളിവോടുകൂടി എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തവരെയൊക്കെ ഞാൻ അന്നേരം ഓർത്തു. അപ്പം എൻ്റെ കൂടെ ചേർന്ന് നിന്നവർ. പിന്നെ ജോജോ ചേട്ടൻ മരിച്ചിട്ട് പിറ്റേന്നത് മുതൽ അവിടെ നിന്ന് ഒരു തുള്ളി ആഹാരം കഴിക്കാൻ അനുവദിക്കാതെ ചോറ് വെക്കുന്നതിലേക്കൊക്കെ മൂടി മാറ്റിയിട്ട് ചുമച്ചോണ്ട് നിൽക്കുക, കാർപ്പിക്കുക, കുടിക്കാനുള്ള കുടിവെള്ളം എടുത്ത് വെച്ചേക്കണേലേക്കൊക്കെ കാർപ്പിച്ചുകൊണ്ട് നിൽക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ നിന്ന് ചാടിപ്പോകണം ഉദ്ദേശത്തോടു കൂടി ചെയ്ത ആ പ്രവൃത്തി ചെയ്യുന്നവർക്കിടയിൽ 10 ദിവസം പിടിച്ചെന്ന് അടുത്ത വീട്ടിലെ ബിൻസി ചേച്ചി ഉള്ളതുകൊണ്ടാണ്. ഞാൻ ചെന്ന് പറയും ആ ചേച്ചി എന്തെങ്കിലും കട്ടൻ ചായയൊക്കെ ഇട്ട് തരും, അത് കുടിക്കും. ഇവനാണേലും ആഹാരം കൊടുത്തതും അവിടെ നിന്നാണ്. അപ്പം പിന്നെ നന്ദി പറയാനുള്ളത് ആ ചേച്ചിക്കാണ്. പിന്നെ തൊട്ടടുത്തുള്ള പുള്ളോലിലെ ലാലി ചേച്ചി ഒരുപാട് സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ മോൻ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. അപ്പോൾ ആ പിള്ളേരെയാണ് ജോജോ ചേട്ടൻ ഈ കമ്പനിയിലേക്കൊക്കെ കയറി പോകുമ്പം ഞാനവിടെ തനിച്ചാണെങ്കിൽ ഇടി മഴയൊക്കെ വരുമ്പം എനിക്ക് കൂട്ടിയിരുത്തിക്കൊണ്ടേ ഞാനവിടെ ചെല്ലുമ്പോൾ 2ൽ നിന്ന് 3ലേക്കും അതുപോലെ 5, 6ലേക്കൊക്കെ കയറിയ പിള്ളേരായിരുന്നു അത്. അപ്പം അതിലെ ഇളയ കൊച്ച PP എന്ന് പറഞ്ഞ കൊച്ച്, ഇവനെ ഭയങ്കര ഇഷ്ടം. ഇവൻ്റെ കൂടെ ഇവനുണ്ടായി കഴിഞ്ഞ് ഇവനെ കൂട്ടുകൂടുമായിരുന്നു. ഇവനെ ഇങ്ങനെ പിടിച്ചൊക്കെ നടത്താനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു PP. അവന് തലയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ തൊട്ടേ അവന് തലവേദനയാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തലവേദനയ്ക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അവന് ക്യാൻസറായിരുന്നു, ബ്ലഡ് ക്യാൻസർ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. എന്തോ ക്യാൻസറായിരുന്നു. ആ കൊച്ചിനും രക്ഷപ്പെട്ടില്ല. അവനും പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. ഒരു ക്രിസ്മസിൻ്റെ തലേന്നായിരുന്നു അവൻ്റെ ഫ്യൂണറൽ ചടങ്ങുകളൊക്കെ നടന്നത്. അങ്ങനെ പിന്നെ നന്ദി പറയാനുള്ളത് അവരോടാണ്. ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്താണ് ആ ചേച്ചി. പിന്നെ ഞാൻ തൊട്ടുകാരോട്ട് ജോജോ ചേട്ടൻ്റെ ഫ്രണ്ടുണ്ട് ടോംസൺ മഞ്ജു എന്നും പറഞ്ഞ്, അവരുടെ അടുത്തും വർത്താനൊക്കെ പറയാൻ പോകുമായിരുന്നു. പിന്നെ എന്തുവാ അന്ന് ഒരുപാട് പേര് അവിടെ പരിഹസിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഉള്ളിൽ സങ്കടം ഒതുക്കി ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് നന്ദി പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ ഉള്ളത് എൻ്റെ കൂടെ B.Ed പഠിച്ച അഞ്ജുവാണ്. കാരണം അന്ന് ഓരോ കാര്യങ്ങൾക്കൊക്കെ തനിച്ച് നടക്കാൻ അറിയത്തില്ല. ഈ കൊച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കൊച്ചിനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പലയിടത്തും പോകേണ്ടതായിട്ട് ഇൻഷുറൻസ് കമ്പനികളിൽ അങ്ങനെ വണ്ടിയുടെയൊക്കെ കാര്യങ്ങൾക്ക്, പിന്നെ ക്ലെയിമിൻ്റെ കേസിന് ഓരോ രേഖകൾ നമ്മൾ തന്നെ തയ്യാറാക്കി FIR പോലെയുള്ള നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങിച്ച് മെഡിക്കലിൽ നിന്നൊക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു. PFൻ്റെ ഓഫീസിലേക്കൊക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് പോകാനായിട്ട് അഞ്ജുവായിരുന്നു എൻ്റെ കൂടെ കൂട്ടു വന്നിരുന്നത്. അന്ന് അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അഞ്ജുവിൻ്റെ പപ്പയും മമ്മിയും അവളെ എൻ്റെ കൂടെ വിടുമായിരുന്നു കേട്ടോ. അവളുടെ പപ്പയും മമ്മിയും വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയേർഡ് HMമാരാണ്. ഹെഡ് മാസ്റ്ററും ആയിരുന്നു ഹൈസ്കൂളിൽ. അപ്പം കുറച്ച് ബോധം ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും ഒരു കൂട്ടിന് പൊക്കോട്ടെ എന്ന് ഓർത്ത് എൻ്റെ കൂടെ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സങ്കടങ്ങൾക്കൊക്കെ അവൾ ഓടി വരുമായിരുന്നു. അങ്ങനെ അവരോട് ഒരുപാട് നന്ദി പറയാനുണ്ട്.
പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം വാക്കുകൾ കൊണ്ട് നമ്മളുടെ ഈ ഒരു 20, 30, 40 മിനിറ്റുള്ള വീഡിയോസിലൂടെ തന്നെ നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സറിയുന്ന, പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയാനുണ്ട്. കാരണം ഒരുപാട് സപ്പോർട്ട് ഞാൻ ഒരുപാട് മോട്ടിവേഷൻ, ഇൻസ്പിറേഷനൊക്കെ എൻ്റെ ലൈഫ് കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് മോട്ടിവേഷൻ ആവശ്യം വരുന്ന സമയങ്ങൾ നമ്മളും അതേ സിറ്റുവേഷനിൽ കൂടി നമുക്കും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കേൾക്കുന്നവരുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. അല്ലാതെ എനിക്ക് നന്ദി പറയാനൊന്നും ആരുമില്ല. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇത്രയും പേരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞാൻ കടന്നു വന്ന വഴികൾ. അപ്പോൾ എൻ്റെ അതേ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും മെൻ്റലി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ആരെന്ത് തളർത്താൻ നോക്കിയാലും തളരാൻ നിന്നേക്കരുത്. കാരണം ജീവിതം നമ്മുടെയാണ്. അവർ തമാശയ്ക്കോ അല്ലാതെയോ മനഃപൂർവ്വമോ ഒക്കെ ആയിട്ട് തളർത്താനായിട്ട് ഓരോ വാക്കുകളും പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് അങ്ങ് പോകും. അവരത് അപ്പം തന്നെ വിട്ടിട്ട് അടുത്തവരുടെ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പോകും. അവർ പറഞ്ഞ വാക്കുകൾ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് ലൈഫ് മൊത്തം സ്പോയിലാക്കി കളയും. അപ്പോൾ നമ്മൾ ലൈഫ് ഇല്ലാതായി എന്ന് അറിയുമ്പോൾ അവർ പറയും, കണ്ടോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൾ ശരിയല്ലെന്ന്, അല്ലെങ്കിൽ അവൾ ഇതേ സൂയിസൈഡൊക്കെ അവൾ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവളാണ് കുഴപ്പം, അവളാണ് കുഴപ്പക്കാരി എന്ന് അവർ പറയും. അവർ നമ്മളോട് പറഞ്ഞിട്ട് അപ്പം തന്നെ അവരങ്ങ് വിട്ടു പോയി കളയും. പിന്നെ അവർ നിൽക്കത്തൊന്നുമില്ല. അവസാനം നമ്മൾ ഇതുപോലെ അടിയെ പോയി കഴിയുമ്പം, കണ്ടില്ലേ അവൻ നേരത്തെ പോയത് നന്നായി, ഇവളിങ്ങനെയാണ്, അവളെ കൊണ്ട് ഒരു ഗുണമില്ല, ആ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല, അവസ്ഥ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട് കയർത്താലോ ഒച്ചപ്പാടുണ്ടാക്കിയാലോ ഒക്കെ ഇവർ പറഞ്ഞുണ്ടാക്കിയ എന്തായിരിക്കും? അവള് മെൻ്റലി അവള് സ്റ്റേബിളല്ല, അവൾക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക. അത് ഞാനത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടല്ല കേട്ടത്. എന്നെ തല്ലി പാലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത്, ജനറൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാകാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? തലക്കെട്ട് കല്ല് വെച്ച് ഇടിയൊക്കെ കൊണ്ട്, അടിയും കൊണ്ട് ഇങ്ങനെയല്ലേ ഇറങ്ങിപ്പോണല്ലോ, കൂട്ടത്തോടെയുള്ള ആക്രമണമാണ്. എന്നിട്ട് പറഞ്ഞുണ്ടാക്കിയത് എന്താണെന്നറിയാവോ? ഞാൻ ആ വീടിന് സ്ഥലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുമായിരുന്നു അവിടെ കിടന്നെന്ന്. ഏത് ആ സമയത്തൊന്നും നമുക്ക് സ്വത്ത് സമ്പാദ്യമൊന്നുമല്ല. നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമുക്കിനി ആരുണ്ടെന്നുള്ള ചിന്തയിലിരിക്കും. ഹസ്ബൻഡ് വിളിച്ച് 2ാമത്തെ ദിവസം അപ്പം അടിയുണ്ടാക്കി, 10ാമത്തെ ദിവസം അടിയുണ്ടാക്കി തല്ലി. ഈ കൊച്ചിന് ഉടുപ്പൊന്നുമില്ല, പള്ളിയിൽ നിന്ന് വന്നിട്ട് ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇവൻ എന്ത് ചെയ്ത് ഉടുപ്പിടത്തില്ലായിരുന്നു. ഇവനൊരു 5-8 വയസ്സ് വരെ ഇവന് ഉടുപ്പിടണ ഇവന് മടിയായിരുന്നു. അത് ഇവനും അറിയാവുന്ന കാര്യം, ഉടുപ്പിടില്ല എന്നുള്ള കാര്യം. വയസ്സായപ്പോഴും ഉടുപ്പിടത്തില്ല. അപ്പം ഉടുപ്പൊക്കെ ഊരി നിക്കറിൽ നിർത്തി അവന് പാലൊക്കെ കൊടുത്ത്, ലാക്ടജനാണ് കേട്ടോ അവന് കൊടുക്കുന്നത്. ഈ ചൂടുവെള്ളം എപ്പോഴും ഫ്ലാസ്കിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ജോജച്ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന ഫ്ലാസ്ക് ഇവൻ തന്നെ ഉരുട്ടിച്ചടിച്ചത് പൊട്ടിച്ചറിഞ്ഞിട്ട് അമ്മച്ചി വാങ്ങിച്ച ഫ്ലാസ്കാണ് വാഴക്കാട് കൊണ്ടുവച്ചത്. അതൊക്കെ അവരടിച്ചു മാറ്റി. എന്നിട്ട് അതിനകത്ത് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് എപ്പോഴും ലാക്ടജൻ ഇങ്ങനെ കലക്കി കൊടുക്കുവാണ്. ഇവന് കൊടുക്കുന്നതാ. സിസേറിയൻ ആയിരുന്നത് കൊണ്ടും അതും ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ടോ. ഞാൻ ഇവന് ലാക്ടജൻ കൊടുക്കണേന് ഇവർ പറഞ്ഞുണ്ടാക്കിയതാ. അവളുടെ ബോഡി സ്ട്രക്ചറൊക്കെ പോകുമെന്നും പറഞ്ഞ് കൊച്ചിന് പാല് കൊടുക്കില്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. അതൊക്കെ അറിഞ്ഞത് പാലാ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാ. അപ്പോൾ പാലാ ഹോസ്പിറ്റൽ ഈരാറ്റുപേട്ട അപ്പുറത്തുനിന്ന് തിടനാട് ഭാഗത്ത്, തിടനാടാണോ, തിടനാട് പൂഞ്ഞാറൊക്കെ ആ ഭാഗത്തൊക്കെ ഇവരുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരുടെ അയൽപക്കത്ത് നിന്ന് ഒരു ചേട്ടനും ചേട്ടത്തി അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആ ആക്സിഡൻ്റ് ഉണ്ടായത് ആ സമയത്ത് ഒരു 10 ദിവസം മുമ്പേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് ഡോക്ടേഴ്സിനൊക്കെ അറിയാം ഞാൻ ആരാണെന്നുള്ള കാര്യം അറിയാം. എൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, അതിൻ്റെ ഒരു പ്രത്യേക പരിഗണന അവർക്ക് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് മാനസിക വിഭ്രാന്തി ഉള്ളതല്ലേ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് വെച്ചാൽ അവര് ഡിവോഴ്സ് ചെയ്യാനിരുന്നല്ലേന്ന്. അത് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ എന്നോട് ഒരു എന്തോ കാര്യത്തിൽ ഇങ്ങനെ അടിയുണ്ടാക്കി എന്നെ അവിടെ നിന്ന് തല്ലി ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയാണ്, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കണം എന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഒരു ലേഡിയായിരുന്നു. അവരെന്നോട് ചോദിച്ചാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനിരുന്നതല്ലേ, നിങ്ങൾ ആ സ്ഥലത്തിന് വേണ്ടിയിട്ടും വീടിന് വേണ്ടിയിട്ടും അടിയുണ്ടാക്കിയതല്ലെന്ന്. അവർ അടുത്തുള്ളതൊന്നുമല്ല, ഞാൻ അവരെ അറിയൊന്നുമില്ല കേട്ടോ. എല്ലാം എൻ്റെ ഫോണിൽ റെക്കോർഡാണ്. അപ്പോൾ അന്ന് അവരിങ്ങോട്ട് ഞാനാകെ ഞെട്ടിപ്പോയി, ഇതെന്തുവാ ഈ പറയുന്നത്. അപ്പം അന്നേരം ആരാണ്ട് ചോദിച്ചു, മാനസിക ഭ്രാന്തിയുള്ള കൊച്ചാണോ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കണേന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻസ് എന്നെക്കുറിച്ച് പുറത്തപ്പോൾ എന്തൊക്കെ പറഞ്ഞു നടന്നെന്ന് ഞാൻ ഓർക്കുവാണ്. അതിനെല്ലാത്തിനുള്ള ഉത്തരമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇതിനെല്ലാത്തിനുള്ള ഉത്തരമാണ്. അതും ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ ആ വീഡിയോയുടെ അവസാനം ഒരു കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല, അതിതാണ്. അത് ഇവനാണ് ആ വീഡിയോയിൽ പകുതി വീഡിയോസും എടുത്തത് ഇവൻ ആ മുറി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇതെല്ലാം പറയുമ്പോൾ. നീ എല്ലാം കേട്ടില്ലേ അന്ന് എന്താ സംഭവിച്ചതെന്നെല്ലാം കൊച്ചു കേട്ടില്ലേ. മനഃപൂർവ്വമല്ല കേട്ടോ, അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു. കാരണം ഇതിന് വയ്യാതിരിക്കുന്നതാണല്ലോ എന്നോർത്ത് അവനടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവനാ വിളിച്ചത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട്. പിന്നെ ഞാനന്ന് ഇത്ര ബുദ്ധിമുട്ടി, അത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ച്, അത്ര വിഷമിച്ച്, എനിക്ക് ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ തെരുവിൽ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥ പോലെയാണ് ഞാൻ നിന്നത്. കാരണം ജനിച്ച നാട്ടിൽ നിന്നൊക്കെ വിട്ടുപോന്നു, വീട് വിറ്റ് കല്യാണവും നടത്തി. അപ്പയുടെ ഈ ലിവർ സിറോസിസ് കാരണമാണ് വീട് വിറ്റ് കല്യാണം നടത്തേണ്ടി വന്നത്. അല്ലാതെ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ തന്നത് വിദ്യാഭ്യാസം എന്നൊരു സമ്പാദ്യമാണ്. അത് ലാസ്റ്റ് എനിക്ക് തന്നത് കൊണ്ടാണ് ഇന്ന് ഞാനൊരു ടീച്ചറായിട്ട് നിൽക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അതും ഇല്ല. പിന്നെ എന്നെ പല ഹോസ്പിറ്റലിൽ കാണാൻ വന്ന എൻ്റെ ബന്ധുക്കളിൽ ഒരു വ്യക്തി പറഞ്ഞു, ഇനിയിപ്പോൾ എന്നാ ചെയ്യണേ, വല്ല തുണിക്കടയിൽ സെയിൽസ് ഗേൾസ് ആയിട്ടൊക്കെ ചോദിക്കാം, അങ്ങനെ എങ്ങാനും ചോദിച്ച് കയറാൻ. എൻ്റെ കയ്യിൽ വിദ്യാഭ്യാസം എന്നുള്ളൊരു വില ഉള്ളതുകൊണ്ട് എനിക്ക് എങ്ങും ചോദിച്ചു വാങ്ങി നടക്കേണ്ട ഒന്നും വന്നില്ല. എന്നെക്കൊണ്ട് ക്ലാസ്സൊക്കെ എടുപ്പിച്ചാണ് അന്ന് സാറ് എന്നെ എടുത്തത് കേട്ടോ. അത്യാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കാം B.Ed കഴിഞ്ഞ സമയത്ത് എന്നെ പഠിപ്പിച്ച, B.Edനും എന്നെ മലയാളം പഠിപ്പിച്ച ബിന്ദു എന്ന ടീച്ചറിൻ്റെ പേര്. ടീച്ചർ എനിക്ക് കരിങ്കുന്നം സെൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ ഒരു ടീച്ചർ ലീവ് എടുത്ത് പോയപ്പോൾ പകരം ടെമ്പററി വേക്കൻസിയിൽ അന്ന് അത്രയും കുട്ടികളിൽ നിന്ന് ബിന്ദു ടീച്ചർ എന്നെ വിട്ടത്. അപ്പോൾ എൻ്റെ കഴിവിലുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ടീച്ചിങ്ങിൻ്റെ ഒരു ചെറിയൊരു കഴിവെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടീച്ചിങ്ങിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഇത്രയും കഷ്ടപ്പെട്ട് തെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടുന്ന അവസ്ഥ വന്നപ്പം എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ആ അമ്മ, അവിടുത്തെ അമ്മ ഇപ്പം അത് നല്ലതായി സപ്പോർട്ട് ചെയ്യാത്തത് നല്ലതായി ഇപ്പോഴത്തെ ലൈഫ് കൊണ്ട് അറിയാം. എന്നാലും അന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് മകൻ മരിച്ചു പോയതാണ്, ഇവർക്കിനി ആരുമില്ലയെന്ന് ചിന്തിക്കേണ്ടിയിരുന്ന ആ അമ്മ ഒരമ്മയാണ്. പിന്നെ അവർക്ക് മകളും അവർക്ക് പ്രാരാബ്ദങ്ങളോ എന്തൊക്കെയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവർക്ക് മക്കൾ വലുതാണ്, അവർക്ക് ഭർത്താവുണ്ട്, അവർക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട്. പക്ഷെ ഒന്നുമില്ലാതെ തെരുവിലേക്ക് നിൽക്കുന്നത് ഈ തിരിച്ചറിവില്ലാത്ത 1.5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് 28 വയസ്സുള്ള ഒരു പെങ്കൊച്ചാണ് അമ്മ. അപ്പം വേണമെങ്കിൽ അന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അത് ചിന്തിച്ചില്ല. അന്നൊരു സപ്പോർട്ടും എനിക്ക് ആ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുമില്ല. എങ്കിലും അവർ അനാഥാലയത്തിലേക്ക് പോകുവാണ്, അവരെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്ന് അറിഞ്ഞപ്പം ഞാൻ ചെന്നത് ഈ കാര്യങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ചെന്നത് അവർക്കൊരു മെൻ്റലി ഒരു സപ്പോർട്ട് കൊടുത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ കൊടുത്തിട്ട് പോരാ എന്നുള്ള ചിന്തയിലാണ് ചെന്നത്. അപ്പോഴാണ് അങ്ങനെ ചെന്ന് ഇവർ പഴയ കാര്യങ്ങളൊക്കെ പറയുക, ബിന്ദു ഇവിടെ നിൽക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചത്. വീഡിയോ ഫുള്ളായിട്ടും ഉണ്ട്. കാരണം അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ തൊട്ടുള്ള ആ മുറി കയറി അമ്മയെ കണ്ടപ്പോൾ തൊട്ടുള്ള വീഡിയോസ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓർമ്മയിലങ്ങ് ഇരിക്കട്ടെ, വെറുതെ ആണെങ്കിലും. പിന്നെ അത് ഫുള്ള് ഇവൻ അവിടെ ഇരുന്ന് കേട്ടു. ഇവനോട് കേൾക്കാനൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. പക്ഷെ
ഇവന് അന്നത്തെ സിറ്റുവേഷൻ, അന്നത്തെ കാര്യങ്ങൾ മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇവൻ്റെ പപ്പയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ചവിട്ടി വാരി എറിഞ്ഞതെന്ന് മനസ്സിലായി. പിന്നെ അന്ന് എനിക്ക് ആശ്വസിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വന്നപ്പോൾ, പടി ഇറങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ സർട്ടിഫിക്കറ്റ്, അടുക്കള കാണലിന് കൊണ്ട് തന്ന അലമാരി, ഇവനെ പ്രസവിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് ഫ്രിഡ്ജാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് ഇവൻ്റെ പേരിൽ വാങ്ങിച്ച ബില്ല് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കിട്ടിയത്. അത് അങ്ങനെ. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ്, പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറേ പാത്രങ്ങളൊക്കെ അവരെടുത്തുകൊണ്ട് പോയി. ലൈഫോ പോയി. പിന്നെയാണ് ഇനി പൊട്ടുന്ന പാത്രങ്ങൾ. ഇത് കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് എന്ത് വേണേലും എടുത്തുകൊണ്ട് പോക്കോ, എന്ത് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പൊട്ടുന്ന പാത്രങ്ങൾ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ പൊട്ടാത്ത കുറച്ച് അലൂമിനിയം പാത്രങ്ങളോ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ കിട്ടിയിട്ടോ, അല്ലെങ്കിൽ വാക്കത്തിയോ കത്തിയോ ചിരവിയോ കത്തയിലോ കിട്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? നേരത്തെയൊക്കെ അമ്മ നല്ല ഇതിൽ ഊർജ്ജസ്വലതയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കാണാനൊക്കെ ചെല്ലുമ്പോൾ ഇവനെ അവിടെ നിന്ന് എന്തെങ്കിലും കത്തിയോ പാക്കത്തിയോ പള്ള കളഞ്ഞിരിക്കുക. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുത്തൊരു കുഞ്ഞു കോടാലിയൊക്കെ ഉണ്ട്, അതൊക്കെ അമ്മ അവന് കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട്. അതുപോലെയല്ല ഇപ്പം അവർ വയ്യാതിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒന്നും ഇവന് അമ്മ ഒരുത്തരമുള്ളൊരു കറിപ്പാത്രം, പുതിയതാണ് കേട്ടോ, സ്റ്റിക്കറൊക്കെ പൊളിക്കാത്തൊരു കറിപ്പാത്രം, കൊച്ചത് കൊണ്ടോക്കോ, കറി കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു അവിടെ എടുക്കണ്ടാണ്, വെറുതെ എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. അപ്പോൾ അവർ അനാഥാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം തലയിലൊക്കെ തലോടി, സാരമില്ല വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളെ നോക്കാനായിട്ട് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് വീട് സ്ഥലമൊക്കെ കൊടുത്തോ, നമുക്കതിൽ പരാതിയില്ല, ഇവനൊരിക്കലും അത് ചോദിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണോ നീ പോയ കല്ലെടുത്തത്? പിന്നെ അതിന് മുമ്പ് എടുത്തു വെച്ചോ? അതെന്താ അങ്ങനെ എടുത്തു വെക്കാനുള്ള കാരണം? വെള്ളാരങ്കല്ല്. അതെന്താ അങ്ങനെ എടുക്കാൻ കാരണം? അമ്മനെ ഇനി എങ്ങനെ മഠത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോക്കില്ലല്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് വീട് സ്ഥലം കിട്ടാത്തത് കൊണ്ടോ അതിന്റെ വിഷമം കൊണ്ടല്ല ഇവനെ കല്ലെടുത്തത്. ഇവന്റെ പപ്പ ജീവിച്ച ഇടം, ഇവന്റെ പപ്പ ഉണ്ടാക്കിയ വീട് 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 എന്ന് എല്ലാവരും പറഞ്ഞ് ആ വീടിനോട് ഇവനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേ? അല്ലടാ, അതുകൊണ്ടല്ലേ നീ ആ കല്ലെടുത്തത്, അല്ലാതെ വീട് സ്ഥലമൊക്കെ ഇട്ടാൽ ആർത്തി കൊണ്ടൊന്നും അല്ലല്ലോ. അവന്റെ മുഖത്തുനിന്ന് അത് വായിക്കാൻ പറ്റും. ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് എടുത്തതാണ്. അപ്പം പപ്പ നടന്ന മണ്ണ്, പപ്പ ജീവിച്ച ഇടം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എന്നൊക്കെയുള്ള ആ ഒരു ഇതിനകത്ത്. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നിനക്ക് എന്ത് തോന്നി ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്ന? പിന്നെ അങ്ങോട്ട് പോകുമോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഈ കൊച്ചിന് ഭയങ്കര വിഷമം അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ. പിന്നെ നമ്മൾ കൊണ്ടുപോയി, അല്ലടാ വിഷമല്ലേ നിനക്ക്? അവന് പോയിട്ട് വരുമ്പോഴൊക്കെ അവന് ഗ്ലൂമി ആയിട്ടിരിക്കണേ കാണാറുണ്ട്. വെറുതെ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു നമുക്ക് എതിരായിട്ട് കുറച്ച് പൂജകളും കർമ്മങ്ങളും കൂടോത്രങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാന്നൊക്കെ പറഞ്ഞു, ഞാനത് പറയുന്നില്ല, പറയാം. അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കിട്ട് വെച്ചതാണ് ജോജോക്ക് കൊണ്ടതെന്നൊക്കെ പറഞ്ഞു. അത് എനിക്കിപ്പോൾ അതിൽ വലിയ വിശ്വാസം കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഒക്കെ വിശ്വാസം. എന്താണേലും അനുഭവിക്കുന്നവർ അത് തിരിച്ച് കൊണ്ടിട്ടേ പോകത്തുള്ളൂ. അല്ല, അവരുടെ മക്കളിലേക്ക് അത് തീർച്ചയായിട്ടും ചെല്ലും. അവർക്ക് പ്രിയപ്പെട്ട മക്കളിലേക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ചെല്ലുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കാര്യം, ദുഷ്ടത്തരമൊന്നും ഒരിക്കലും നിലനിൽക്കത്തില്ല കേട്ടോ. അത് 100% ഉറപ്പാണ്. ഫസ്റ്റ് ആവുമ്പോൾ ഓഫ് ചെയ്തേക്കാം അവിടെ. 100% ഉറപ്പാണ്. ദുഷ്ടത്തരം ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള കാര്യം. വന്നേ, വെള്ളമുണ്ട്. പിന്നെ നിനക്ക് എന്ത് പറയാനുണ്ട്? സന്തോഷാണോ? സ്നേഹിച്ചവരോടും ഉപദ്രവിച്ചവരോടും. അന്ന് തലക്കെട്ടൊക്കെ ഇടിയൊക്കെ കിട്ടി, അന്ന് ഇവന് ഓർമ്മയില്ല. അതിന്റെ തലവേദന അവൻ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് അവന് തലവേദന വരും.
പിന്നെ ഇവനും ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ആട്ടെ വളർന്നേ, സുഖ സൗകര്യത്തിലൊന്നും അല്ല വളർന്നേ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്, എൻ്റെ കൂടെ അന്ന് ചേർത്ത് നിന്നവർക്കൊക്കെ ഇന്ന് അഭിമാനിക്കാം. കാരണം എൻ്റെ ഭാഗത്ത് സത്യം എന്താണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ ദിവസം. പിന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലായി. അന്നവിടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്ന് അമ്മയ്ക്ക് യാതൊരു ഓർമ്മക്കുറവാകെ അമ്മ പറയുന്ന അമ്മ പല ട്രീറ്റ്മെൻറ്റ് നടത്തി, പക്ഷെ അസുഖം എന്നാന്ന് മാത്രം അറിയത്തില്ല, വേറെ അസുഖമൊന്നും ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂജ കർമ്മം കൂടോത്രമൊക്കെ ചെയ്യുന്നത് ഇപ്പം ഈ സ്ഥലത്തിനും വീടിനും വേണ്ടിയിട്ട് അമ്മയിലേക്ക് അത് തിരിച്ച് വിട്ടോണ്ടിരിക്കുകയാണ്. അവിടെ അമ്മ നേരിട്ട് കണ്ട കാര്യം, പൂജ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് മേലൊക്കെ ഭയങ്കര വിറയലുണ്ടാകും. അപ്പം അതുകൊണ്ട് അവർക്ക് തന്നെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാലെങ്കിലും ആ പൂജയൊക്കെ നിർത്തുമെന്നറിയാം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അമ്മയുടെ ഇഷ്ടം, അത് കൊടുക്കണത് ആർക്കാണോ, നമുക്കത് വേണ്ട, നമ്മളതിൽ നിന്നൊരു പങ്ക് പറ്റാനും വരില്ല. കാരണം തെരുവിൽ നിന്ന സമയത്ത് കിടക്കാനൊരിടമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതേതായാലും അന്ന് എനിക്ക് ആരും തന്നില്ല. അതുകൊണ്ട് ഇനി എനിക്കോ ഇവനോ അതിൽ നിന്ന് ഒന്നും വേണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനം തന്നെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നോക്കുന്നൊന്നുമില്ല. പിന്നെ ഈ കൂടോത്രത്തിൻ്റെ ഒക്കെ കാര്യം അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. എനിക്കേതായാലും അതിൽ യാതൊരു വിശ്വാസവും ഇല്ല. നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും വരത്തില്ല. ദൈവത്തിനേക്കാളും വലുതല്ല ഒരു ദുഷ്ടശക്തിയും നല്ല സിനിമകളിൽ പോലും കാണാൻ പാടില്ല. എപ്പോഴും ഹീറോയും വില്ലനും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും ജയിക്കുക ഹീറോ തന്നെയായിരിക്കും. സാത്താൻ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചല്ലോ, മലമുകളിൽ കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത്, ഇത് മൊത്തം നിനക്ക് ഞാൻ തരാം, പിന്നെ നീ എൻ്റെ കാലിൽ വീണ് വണങ്ങണം, അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാത്താൻ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമായ കർത്താവല്ലാതെ എനിക്ക് മറ്റൊരു ദൈവവും ഇല്ല, ഞാൻ വേറെ ആരുടെ കാലിൽ വീണ് വണങ്ങുമൊന്നുമില്ല എന്നും പറഞ്ഞ യേശുക്രിസ്തു സാത്താനെ ഓടിച്ചു വിടുക ചെയ്തത്. സാത്താനെ വിട്ടുപോക്കോ, ഓടിപ്പോക്കോ, കണ്ടം വഴി ഓടിക്കണം പറഞ്ഞു. എൻ്റെ അടുത്ത് ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഉള്ളൂ. ദുഷ്ടശക്തികളൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കും. കുരിശ് കാണുമ്പോൾ സാത്താൻ അറച്ചു നിൽക്കുന്നത് പോലെ. അത്രയേ ഉള്ളൂ. എന്നിലുള്ളത് എൻ്റെ ദൈവം തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ. അപ്പം നമുക്കതൊന്നും വെക്കത്തില്ല. അതാണ് എൻ്റെ ജീവിത വിജയം. ഞാനിങ്ങനെ സീറോയിൽ നിന്ന് ഞാൻ ഒന്നിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവനും ഒരു കുഴപ്പമില്ല. നിനക്കും അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ലോ ദുഷ്ടശക്തികളിൽ? ഏറ്റവും വലിയ ശക്തി ഏതാ? ദൈവം. അവനും നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേടാ? പിന്നെ എന്തിനാ ഈ ക്യാച്ചസ് ക്ലാസ്സിനൊക്കെ പോണത്, പള്ളിയിലൊക്കെ പോണത് അല്ലേടാ? എത്ര പേരാ അമ്പലത്തിലൊക്കെ പോയി ദേവിയൊക്കെ തൊഴണ്ട് നമ്മുടെ വീടിന് മുമ്പിൽ പോണേ. നമ്മുടെ വീട്ടിൽ നിന്ന് ചെത്തിപ്പൂവൊക്കെ പറിച്ചു പോയി അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളവരൊരിക്കലും ഇങ്ങനെയുള്ള ദുഷ്ടകർമ്മങ്ങളിലേക്കൊന്നും പോകത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതേ വരൂ. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ മനസ്സിലെ ചിന്താഗതി പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും എന്ത് ചിന്തിക്കുന്നു അതാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ കറങ്ങുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. വിവേകാനന്ദ സ്വാമിയുടെ റൂമിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും എല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ആ റൂം എപ്പോഴും പരിശുദ്ധമാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം പോസിറ്റീവ് മാത്രമാണ്. അതുപോലെ നമ്മളിലും നമുക്ക് ചുറ്റും പോസിറ്റീവ് മാത്രം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതേ വരുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ്നെസ് വരും. നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ് അവൻ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവളെ നശിച്ചു പോട്ടെ, അവൾക്ക് നല്ലത് വരല്ലേ, എൻ്റെ ദൈവമേ അവൾക്ക് നല്ലത് വരല്ലേ, അവൾ നശിച്ചു പോകണേ, എൻ്റെ മുന്നിൽ കാണണേ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റുമാണ്, അത് അവർക്ക് ചുറ്റുമല്ല, നമുക്ക് ചുറ്റും കിടന്നിങ്ങനെ കറങ്ങുവാണ്. ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ്നെസ് നമ്മളിൽ നിറയും. നെഗറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയാണ്, ആൺസൂട്ടന് ഹാപ്പിയാണ്.
കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ. അപ്പം ഞാനൊരുത്തി ഞങ്ങളുടെ പണ്ടപ്പള്ളിയിലെ വീട് വിറ്റ് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പിടി മണ്ണെടുത്താൽ കൊണ്ടുവന്നു. ഇനി ഒരിക്കലും അങ്ങോട്ട് ഓടില്ലല്ലോ, ചുമ്മാ ഇരിക്കട്ടെ. ചവിട്ടിയാടുന്ന മണ്ണൻ അത് അപ്പേ അമ്മച്ചേരൻ്റെ അടുത്ത് വെള്ളാക്കളഞ്ഞു. എന്നെ കെട്ടിച്ച് വിട്ടല്ലോ, ഞാൻ ഇവർ പോയടുത്ത് കൊണ്ട് വെച്ചത്. കുറേ ബുക്കും കുറേ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കുറേ പടമൊക്കെ ഒട്ടിച്ച ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് ആക്രക്കി വിറ്റു, അതെല്ലാം എടുത്ത് കളയുകയും ചെയ്തു. എൻ്റെ കുറേ നല്ല ഡ്രസ്സ് ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു, പുഴയിലൊക്കെ കൊണ്ടൊഴുക്കി വിട്ടു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ. ഞാൻ അന്ന് തെരുവിലിറങ്ങി നിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ സാലമാരി ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോരാൻ ചെന്നല്ലോ. അപ്പോൾ ഒത്തിരി സ്റ്റേഷനിലൊക്കെ പോയി അവിടെ നിന്നൊക്കെയാണ് അവരും കൂടെ കൂടിയാണ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന ഇന്ന സാധനങ്ങൾ എൻ്റേതായിട്ടുണ്ടെന്നുള്ളത്. അവരുടേതായിട്ടുള്ള ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. എനിക്ക് അവരുടേതായിട്ട് ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ തീരുമാനിച്ച കാര്യമാണ്. അപ്പം ലിസ്റ്റ് എൻ്റെ കയ്യിൽ ആ ലിസ്റ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ അന്നത്തെ ഒരു കാര്യങ്ങളും ഒരു തുണ്ട് പേപ്പർ പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ പരാതി കൊടുത്തത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ, ആർക്കൊക്കെ പരാതി കൊടുത്തതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പികളെല്ലാം ഞാൻ ഫയൽ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വീണ്ടും ആ ഡേറ്റ് സഹിതം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സാധനങ്ങളിൽ പലതും, അതായത് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മ ഒരു ക്ലോക്ക്, നല്ല ഭംഗിയുള്ളൊരു ക്ലോക്ക്, അതൊക്കെ അവർ എടുത്തു മാറ്റിയിട്ട് പിന്നീട് ആ ക്ലോക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്ന കുറേ ചില്ലിൻ്റെ കോപ്പകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് അതിൽ ഓരോന്നും എടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. അതവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല. ഞാൻ എടുത്ത് നോക്കിയിട്ടാണെന്ന് വെച്ചിട്ട് പോകും. ചുമ്മാ കൈ കൊണ്ട് എടുത്ത് നോക്കി, തൊടാനുള്ള ആഗ്രഹം കൊണ്ടിട്ടാ. അപ്പോൾ ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഞങ്ങൾ ചെന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് 3 പേരുണ്ടായിരുന്നു. പിന്നെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി പാലായിലെ ആ ചേട്ടന്മാരെ വണ്ടി ഏർപ്പാടാക്കി തന്നത് കേട്ടോ, ഓട്ടോറിക്ഷ ചേട്ടന്മാർ. അവർ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീടൊന്നും അവരെയൊന്നും എല്ലാവരും ഒന്നും കാണാൻ പറ്റിയിട്ടുമില്ല. പിന്നെ ഈ ജോജോ ചേട്ടനെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയ ചേട്ടൻ, അതിൻ്റെ വൈഫും 2 പേരുടെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെൻ്റെ FBയിൽ ഫ്രണ്ട്സാണ്, ഇടയ്ക്ക് കമൻ്റൊക്കെ ഇടാറുണ്ട്. അപ്പം ഇങ്ങനെ ഇത്രയും പേര് ചെന്നു. സാധനം എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അമ്മ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് അടിക്കാൻ വന്ന എല്ലാവരും ആ വീട്ടിനകത്ത് നിരന്ന് വലിയ അഹങ്കാരത്തോടെ, ഇത് ഞങ്ങളുടെ വീടാണ്, നീ വന്നു കയറിയവളാണ്, നിനക്കിവിടെ അവകാശമില്ല എന്നുള്ള ഭാവത്തോടു കൂടി ഞെളിഞ്ഞവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കൊച്ചിനെ പിടിച്ചോണ്ട് ഇങ്ങനെ ആ മുറ്റത്ത് നിന്നു. മുറ്റത്ത് നിന്നു. അമ്മ പറഞ്ഞു, ബിന്ദുവും കൊച്ചും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കന്നത്തേക്ക് എന്നെ പറയണ്ടേന്നൊന്നും അറിയത്തില്ല. അപ്പം നിങ്ങളുടെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നല്ല മനുഷ്യരായിരുന്നു. ആരാന്ന് മുഖം മറന്നുപോയി. അവരിങ്ങനെ ലിസ്റ്റ് ചെയ്തു. അതിന് ശേഷം എടുത്തു. എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയറിയാം, ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അത് സേഫായിട്ടിരിക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും. ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്ന് ഇങ്ങനെ വീഡിയോ കാണിക്കാനില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്താനായിട്ടൊരു ആയുധമാണ്. എന്നാൽ അത് നമുക്ക് എന്തെങ്കിലും സന്തോഷം വേണ്ടേ. അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാ തുണിയിൽ പൊതിഞ്ഞും കവറിനകത്താക്കിയും ഒക്കെ ആയിട്ട്. ഇവന് ആ വെള്ളം കൊടുത്തിരുന്ന ഫ്ലാസ്ക് ഒന്നുമില്ല, അതൊക്കെ എടുത്ത് മാറ്റി. ആവശ്യം എനിക്കന്ന് 10 പൈസ ഇല്ലാതെ നിൽക്കണ സമയമാണ്, ഒന്നുമില്ല കയ്യിൽ. ആകെ ജോജച്ചേട്ടൻ്റെ ചിലവിലാണ് കഴിയുന്നത്, ജോലി പോലും ഇല്ല അന്ന്. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ നിൽക്കുക. അപ്പോൾ ഒരു ഫ്ലാസ്കൊക്കെ വാങ്ങാന്നൊക്കെ ഉള്ളത്, ഒരു 100 രൂപയെങ്കിലും എടുക്കാമെന്നുള്ളത് വളരെ വലിയ കാര്യമാണ് എനിക്ക് അന്നത്തെ കാലത്ത്. ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം അവരെടുത്ത് തന്നു, ഞങ്ങൾ സാധനങ്ങളുമായിട്ട്. അപ്പോൾ അവസാനം സാധനങ്ങൾ കിട്ടിയ ലിസ്റ്റെല്ലാം ടിക്കറ്റ് സൈൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കിട്ടിയ ടിക്കറ്റ് പോലെ എഴുതുകയാണ് ചെയ്തത്, ഇന്ന സാധനങ്ങളെന്നും പറഞ്ഞ് എഴുതി ലിസ്റ്റ് ചെയ്ത് അവർ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്നും വന്നതായിരുന്നു. ഈരാറ്റുപേട്ട CI പറഞ്ഞു വിട്ട്. അങ്ങനെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഒപ്പിടണം എന്ന് പറഞ്ഞു. അവർ കയറി വന്ന് ഒപ്പിടാൻ പറഞ്ഞു അവരുടെ ടേബിളിൽ. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കയറാവോ എന്ന് ചോദിച്ചു. ഒപ്പിടാൻ കയറിക്കോളാൻ പറഞ്ഞു. അന്ന് കയറിയിട്ട് അന്ന് ഇറങ്ങി. അപ്പോൾ അതിന് മുമ്പ് അടിച്ചോടിക്കുന്നതിന് മുമ്പിൽ എന്തെങ്കിലും അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ അന്ന് മുതൽ ഇന്ന് വരെ 12 വർഷം
ആ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല, ഈ നിമിഷം വരെ പിന്നീട് കുടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോന്നു. വീട്ടിൽ വന്ന് അഴിച്ചു നോക്കിയപ്പം അതിനകത്ത് ജോജോ ചേട്ടൻ്റെ വീട്ടിൽ മുറ്റത്തിടുന്ന ചെരുപ്പ്, നീല കളറിലൊരു ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഷേവിങ് സെറ്റ്, അന്ന് ജോജോ ചേട്ടൻ കുളിച്ച സോപ്പ് പൊട്ടിയോട് സഹിതം. പിന്നെ പല്ല് തേക്കണ ബ്രഷ്, ഈ ചില്ലറ പൈസ എല്ലാം ഇങ്ങനെ ടിന്നിനകത്താക്കി ഇടുന്ന സ്വഭാവമുണ്ട്. ടിന്നൊക്കെ നിറഞ്ഞായിരുന്നു. ആ പൈസയൊക്കെ മാറ്റിയിട്ട് ആ 2 ടിന്നില്ലേ, ഒരു കറുത്ത ടിന്നും ഒരു ചുവന്ന അടപ്പുള്ള 2 ടിന്നും അതിപ്പോഴും ഉണ്ട് കയ്യിൽ. ടിന്ന് ജോജോ ചേട്ടൻ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ പോയി മത്സരിക്കാനൊക്കെ പോകുമായിരുന്നു. അന്നൊക്കെ കിട്ടിയ ട്രോഫികൾ, പിന്നെ ജോജോ ചേട്ടൻ ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ വാങ്ങി സ്കൂളിൽ പഠിക്കുമ്പോൾ ചാമ്പ്യനായത്, സ്പോർട്സിൽ ഭയങ്കര ഇതായിരുന്നു. അതിന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ അലമാരി കൊണ്ടുവന്നു. പിന്നെ അതിനകത്ത് കുറേ ഡ്രസ്സുകൾ, ഷർട്ട്, 7 ഷർട്ട്, കുറച്ച് മുണ്ടുകൾ, പാൻസ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവരെ പാക്ക് ചെയ്തത്. അതായത് ആ വീട്ടിലിരിക്കുന്ന കുറേ ആക്രികളെല്ലാം ജോജോ ചേട്ടൻ പ്രിയപ്പെട്ടതാണെന്ന് കരുതിയ സാധനങ്ങളും അവർക്ക് ഉപേക്ഷിക്കേണ്ട കുറേ സാധനങ്ങളും, പിന്നെ ജോജോ ചേട്ടൻ മരിച്ചപ്പോൾ കയ്യിൽ മരിച്ചു കിടന്നപ്പം പെട്ടിക്കകത്ത് കിടന്നപ്പോൾ കൈ പിടിച്ചൊരു കറുത്ത കൊന്തയും ഒരു കുരിശും, അതിൽ ആ കൊന്തയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചത്. അതേപോലെ വണ്ടിയിൽ കയറ്റി നമ്മളിങ്ങ് പോരുകയും ചെയ്തു. അതോടുകൂടി ഞാൻ ആ ഒരു കാര്യം അവസാനിച്ചു. പക്ഷെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. സ്റ്റേഷനിലൊക്കെ ഒന്നുണ്ട് ഇവളെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയെന്നൊക്കെ, ഇവിടെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതാന്നൊക്കെ പറഞ്ഞപ്പോൾ കൈയുടെ ഞരമ്പൊക്കെ മുറിക്കണ സ്വഭാവം ഉണ്ടെന്നേ. ഞാൻ എൻ്റെ കൈയെല്ലാം നോക്കുമായിരുന്നുണ്ട് ഇവരെന്തുവായി പറയുന്നത്. അപ്പം ഇനി എന്നെങ്ങാനും കയ്യിലെ ഞരമ്പ് മുറിച്ച് കെട്ടിയെങ്ങാനും ഇട്ട രക്തം വാർന്ന് കിടന്ന് അവിടെ നിന്ന് കിടന്ന് മരിക്കത്തേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു മുത്തുമണികളെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് ഞാനിപ്പോൾ ചോദിച്ചു പോകുക. ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാനായിരുന്നു മനസ്സിൽ. അപ്പോൾ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ശിക്ഷ എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചതും എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം പിന്നെ 2 കല്ലെടുത്തതിൽ ഒരു കാര്യമില്ല. അല്ലാത്ത ആക്രി മൊത്തം തന്നിട്ടുണ്ട് കേട്ടാ, വിഷമിക്കണ്ട. വീടൊക്കെ ഇപ്പം നിലവിൽ ദൈവം സഹായിച്ച് കിടക്കാനൊരിടം ഉണ്ടല്ലോ. പിന്നെ ജോലിയൊക്കെ ഉണ്ടാക്കി സ്വന്തമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഒരു പവർ വരുന്നിട്ട് പറഞ്ഞു നോക്കണം, നീ ഇറക്കി വിട്ടെങ്കിലും ഞാനുണ്ടാക്കിയ വീട് നീ നോക്കണമെന്ന് പറയണം കേട്ടാ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മൾ മൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ, സമയം പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമെന്നറിയാം. താങ്ക് യു.